രാജ്യത്തെ മുൻനിര ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ പഠനത്തിനായി ഇനി ഈടും ആൾജാമ്യവുമില്ലാതെ ബാങ്കുകൾ വായ്പ നൽകും. ഇതിനുള്ള PM വിദ്യാലക്ഷ്മി പദ്ധതിക്ക് കേന്ദ്ര മന്ത്രിസഭായോഗം അംഗീകാരം നൽകി. കോഴ്സിന്റെ പൂർണ്ണ ചെലവിന് തുല്യമായ തുക ഈടില്ലാത്ത വായ്പയായി നൽകും. ഈ തുകയ്ക്ക് ഉയർന്ന പരിധി നിശ്ചയിച്ചിട്ടില്ല. 7.5 ലക്ഷം രൂപയ്ക്ക് വരെ 75% ക്രെഡിറ്റ് ഗ്യാരണ്ടി സർക്കാരായിരിക്കും നൽകുക. 8 ലക്ഷം രൂപയ്ക്ക് താഴെയാണ് കുടുംബത്തിന്റെ വാർഷിക വരുമാനമെങ്കിൽ 10 ലക്ഷം രൂപയ്ക്ക് വരെ പലിശയിൽ 3% ഇളവ് നൽകും. ഉദാഹരണത്തിന് 9% ബാങ്കിന്റെ പലിശയെങ്കിൽ 3% കേന്ദ്ര സർക്കാർ നൽകും. ബാക്കി 6% വായ്പ എടുക്കുന്ന ആൾ വഹിച്ചാൽ മതി. നിലവിൽ 4.5 ലക്ഷം രൂപ വാർഷിക വരുമാനമുള്ളവർക്കുള്ള പൂർണ്ണമായ പലിശ ഇളവിന് പുറമെയാണിത്. മിടുക്കരായ വിദ്യാർത്ഥികൾ നിലവാരമുള്ള ഉന്നത വിദ്യാഭ്യാസം നേടുന്നതിന് സാമ്പത്തിക സ്ഥിതി തടസ്സമാകാതിരിക്കാനാണ് പദ്ധതിയെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. ഏതൊക്കെ സ്ഥാപനങ്ങളിൽ ഉന്നത വിദ്യാഭ്യാസം നടത്തുന്നതിനാണ് PM വിദ്യാലക്ഷ്മി വായ്പ ലഭ്യമാകുന്നത് എന്ന് നോക്കാം. ദേശീയ വിദ്യാഭ്യാസ റാങ്കിങ്ങിലെ ആദ്യ 100 സർക്കാർ സ്വകാര്യ സ്ഥാപനങ്ങൾ, 101 മുതൽ 200 വരെയുള്ള റാങ്കിങ്ങിൽ ഉൾപ്പെട്ട സംസ്ഥാന സർക്കാർ സ്ഥാപനങ്ങൾ, കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ അഡ്മിഷൻ നേടുന്ന വിദ്യാർത്ഥികൾക്കായിരിക്കും PM വിദ്യാലക്ഷ്മി വിദ്യാഭ്യാസ വായ്പയ്ക്ക് അർഹത. ഇതിനു പുറമെ മികച്ച കോളേജ്, മികച്ച സർവകലാശാല എന്നിങ്ങനെ വിഭാഗം തിരിച്ചും എഞ്ചിനീയറിംഗ്, മെഡിക്കൽ എന്നിങ്ങനെ മേഖല തിരിച്ചുമുള്ള റാങ്കിങ്ങും ഇതിനായി പരിഗണിക്കും. ഓരോ വർഷവും റാങ്കിംഗ് അനുസരിച്ച് അർഹമായ സ്ഥാപനങ്ങളുടെ പട്ടിക പുതുക്കും. ഇക്കൊല്ലം 860 സ്ഥാപനങ്ങൾ പരിധിയിൽ വരും. ഇതിൽ 657 സർക്കാർ സ്ഥാപനങ്ങളും 203 സ്വകാര്യ സ്ഥാപനങ്ങളുമാണ്. 22 ലക്ഷം വിദ്യാർത്ഥികൾ പദ്ധതിയുടെ പരിധിയിൽ വന്നേക്കും. 1 ലക്ഷം പേർക്ക് പലിശ ഇളവ് ലഭിക്കുന്ന പദ്ധതിയാണിത്. വർഷം 1 ലക്ഷം വിദ്യാർത്ഥികൾക്ക് 3% പലിശ ഇളവ് നൽകും. 7 വർഷത്തേക്ക് 3600 കോടി രൂപയാണ് സർക്കാർ ഇതിനായി നീക്കിവച്ചിരിക്കുന്നത്. സർക്കാർ സ്ഥാപനങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്കും ടെക്നിക്കൽ, പ്രൊഫഷണൽ കോഴ്സുകൾ ഓപ്റ്റ് ചെയ്യുന്നവർക്കുമായിരിക്കും മുൻഗണന. പലിശ ഇളവിന് തുല്യമായ തുക വൗച്ചർ അല്ലെങ്കിൽ റിസർവ് ബാങ്ക് ഡിജിറ്റൽ കറൻസി ആയിട്ടായിരിക്കും നൽകുക. മാസങ്ങൾക്കകം പോർട്ടൽ നിലവിൽ വരും. എന്നാൽ അതിനു മുൻപ് തന്നെ ഇതിന്റെ ഗുണഫലം വായ്പ തേടുന്നവർക്ക് ലഭിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രാലയത്തിലെ ഉന്നത വൃത്തങ്ങൾ അറിയിച്ചു.